ഇതൊരു മാരുതി സിയാസ് ആണ്. ടൈമിംഗ് ചെയിൻ പൊട്ടി വന്നൊരു വണ്ടിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ അതിൻ്റെ വാൾ ഡോറ്, ഓയിൽ പമ്പ്, ടൈമിംഗ് ചെയിനൊക്കെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയിൻ ഞാൻ കാണിച്ചത് രണ്ടായിട്ട് പൊട്ടി. ഇതാണ് ടൈമിംഗ് ചെയിൻ, രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈഡ്രോളിക് ടാപ്പ് റോളറും പൊട്ടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ പൊട്ടുന്ന സമയത്ത് ഹെഡിൻ്റെ വാൽവ് ഇടിച്ച് ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെഡ് ഇളകിയിട്ട് വാൽവിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കണം. ഇതാണ് ഹൈഡ്രോളിക് ടാപ്പ് റോളർ. ഇത് 2-3 പീസായി പൊട്ടിയിട്ടുണ്ട്. പകുതി കൂടുതൽ എണ്ണം പൊട്ടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ പൊട്ടിയ വണ്ടി കൊണ്ട് ഹാഫ് ഇഞ്ചിൻ പണിയുന്ന അവസ്ഥയിലോട്ടായിട്ടുണ്ട്. നമുക്ക് വാൽവ്, ഹൈഡ്രോളിക് ടാപ്പ് റോളർ, ടൈമിംഗ് ചെയിൻ, ഗ്യാസ്കറ്റ്, പാക്കിംഗ് കിറ്റ് കാര്യങ്ങളെല്ലാം മാറണം. അങ്ങനെ ലേത്തി കൊടുത്ത് വാൽവ് മാറിയിട്ടുണ്ട്. വാൽവ് ഇപ്പം പുതിയ ഹൈഡ്രോളിക് ടാപ്പ് റോളർ, ഗ്യാസ്കറ്റ്, വാൾ ഡോർ പാക്കിംഗ് ഇത്രയും മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വാൾ ഡോർ, ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ വാൾ ഡോർ ടൈമിംഗ് വെച്ചിട്ടാണ് വാൾ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ടൈമിംഗ് ചെയിൻ INA എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. അത് ടൈമിംഗ് ചെയിൻ കിറ്റായിട്ടാണ് വരുന്നത്. കാണിച്ചു തരാം. ഇതാണ് INA എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ടൈമിംഗ് ചെയിൻ കിറ്റാണ്. ഇതിലിപ്പം വരുന്നത് ടൈമിംഗ് ചെയിൻ, ക്രാങ്ക് ഗിയർ, ക്യാം ഗിയർ, 2 ഗാർഡ്, ടെൻഷനർ, ഇത്രയാണ് ഒരു ടൈമിംഗ് ചെയിൻ കിറ്റ്. INA എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അടുത്ത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഓയിൽ പമ്പ്, മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ഇട്ട് വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനാക്കാം. അങ്ങനെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.